ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്ക് ഉൾപ്പെടെ ആശങ്ക സൃഷ്ടിക്കുന്ന പുതിയ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സൈനികരുടെ താമസ സ്ഥലങ്ങൾക്കും സമീപത്തുനിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്ന് ഇറാൻ-US സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ഇറാൻ-US സംഘർഷം കൂടുതൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ പ്രവാസികൾക്കുൾപ്പെടെ ആശങ്ക സൃഷ്ടിക്കുന്ന പുതിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സൈനികരുടെ താമസ സ്ഥലങ്ങൾക്കും സമീപത്തുനിന്ന് ജനങ്ങൾ കുറഞ്ഞത് 500 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിക്കുന്നത്. ഈ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് വിലയിരുത്തൽ. പുതിയ മുന്നറിയിപ്പ് വന്നതോടെ ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളും നാട്ടിലുള്ള കുടുംബാംഗങ്ങളും ഭീതിയിലായിരിക്കുകയാണ്. ഗൾഫിലെയും ഇറാഖിലെയും ഉൾപ്പെടെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ഇപ്പോൾ ഡ്രോൺ ആക്രമണം കടുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ ഈസ എയർബേസിലെ US ഇന്ധന ടാങ്കുകൾ, വെയർഹൌസുകൾ, ബാരക്കുകൾ എന്നിവയ്ക്ക് നേരെ ആരിഷ് കാമികാസെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ജോർദാനിലെ അൽ അസ്രഖ് ബേസ്, കുവൈറ്റിലെ ക്യാമ്പ് ഉദൈരി, ക്യാമ്പ് അലി അൽ സേലം തുടങ്ങിയ US കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആക്രമണങ്ങളുടെയും ഇറാന്റെ മുന്നറിയിപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തുവെന്ന് ബഹ്റൈൻ പ്രതിരോധ സേന അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ നയതന്ത്ര കാര്യാലയങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖല കൂടുതൽ സംഘർഷങ്ങൾക്ക് സാക്ഷിയായേക്കുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന് നേരെ വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനിടെ ഗൾഫ് മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിടുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.